ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എൻഡ് ബീഡാണ് കേട്ടോ. നമ്മൾ കോപ്പറിൻ്റെ ഹെയർ ബോയിൽ ലാസ്റ്റിൽ കൊടുക്കുന്ന എൻഡ് ബീഡാണ് നമ്മളിവിടെ യൂസ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഗിയർ വയർ എടുത്തിട്ടുണ്ട്, കമ്മലിൻ്റെ കൊളത്ത് എടുത്തിട്ടുണ്ട്, ജംറിങ് എടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വർക്ക് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ പുതുതായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി താങ്ക്സ് എല്ലാവരോടും. അപ്പോൾ ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണ് കേട്ടോ. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഗിയർ വയർ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് കട്ടാക്കി കൊടുക്കുക കേട്ടോ. ഞാൻ കട്ടാക്കിയിട്ടുള്ളത് കുറച്ച് ഓവർ ആയിട്ടുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ ബാലൻസ് വെച്ചിട്ട് ബാക്കി നമുക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് പതിയെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളുടെ വൈറ്റ്, പ്യുവർ വൈറ്റ് ബോൾ ബീഡാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് 6 mm. എന്നതിന് ശേഷം നമ്മളുടെ രണ്ട് സൈഡിലായിട്ട് ഓരോ എൻഡ് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യണത് 6 mm ഒരു വൈറ്റ് ബീഡ് എടുത്തിട്ട് ലോക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു ഗിയർ വയർ ആ ഹോളിലൂടെ, ആ ബോൾ ബീഡിൻ്റെ ഹോളിലൂടെ ഇട്ട് കൊടുത്ത് അതേ സെയിം ഹോളിലൂടെ തന്നെ മറ്റേ സൈഡിലുള്ള ഗിയർ വയറും ഇട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുത്ത്. ഓക്കെ, വളരെ സിമ്പിളാണ് പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ഓരോ ഭാഗങ്ങളും നിങ്ങൾ കട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവില്ല. പിന്നെ ഞാനിവിടെ എൻ്റെ വീട് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിലാണ് ഈ ഒരു ഷേപ്പിലോട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ വണ്ണുള്ള ഭാഗം താഴോട്ടും വണ്ണം കുറഞ്ഞ ഭാഗം മുകളിലോട്ടായിട്ടാണ് ഞാൻ എൻ്റെ ബീഡ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്ത അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മളുടെ ബോൾ ബീഡ് ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഹോളിലൂടെ ഗിയർ വയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് നല്ലോണം ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ 2 സ്റ്റെപ്പ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഏകദേശം ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാൻ ഏകദേശം കുറച്ചൊരു ലെങ്ത്തിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ലെങ്ത്ത് ഉണ്ടായാലാണ് ഇതിൻ്റെ ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ചെയ്യുന്ന വർക്കുകളാണ്. എത്രത്തോളം നിങ്ങൾക്ക് അത് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റിൽ തീർച്ചയായിട്ടും അറിയിക്കുക കേട്ടോ. കാരണം ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും എൻ്റെ ഒരു ഐഡിയയിൽ വെച്ചിട്ടാണ് കേട്ടോ. കാരണം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലുള്ള ലക്ഷ്യത്തോടല്ല വീഡിയോ തുടങ്ങുക. ഞാൻ ചിലപ്പം ചെയ്യാൻ ഉദ്ദേശിച്ച വർക്ക് വേറെ ആവും, ചെയ്ത് വരുമ്പോൾ വേറെ വർക്കാവും കേട്ടോ. അത് സ്വാഭാവികമാണ്. ഞാൻ തീർച്ചയായിട്ടും 99% ഞാൻ നിങ്ങളോട് പറയണതാണ്. ഞാൻ കറക്റ്റ് എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് കേട്ടോ. കാരണം വീഡിയോ എടുക്കുക ഉദ്ദേശിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇന്ന വർക്ക് ചെയ്യുക, ഇന്ന രീതിയിൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാവും തുടങ്ങുക. പക്ഷെ അത് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഉദ്ദേശിച്ച സംഭവം ആവുക, വേറെ സംഭവം ആവുക. എങ്കിലും കൂടിയിട്ട് ആ ഉദ്ദേശിച്ചതിലും നല്ല രീതിക്ക് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ ഇന്നലത്തെ വീഡിയോ ഒത്തിരി ആളുകൾ നമ്മൾ എന്താ പറയുക, പേഴ്സണലായിട്ട് മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അതിനെക്കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അവരെല്ലാം മനസ്സിലിട്ട് കൊണ്ട് നടക്കുകയാണ്. ആരോട് ചോദിക്കും, എങ്ങനെ ചോദിക്കും, ഓരോ ഐഡിയ ഇല്ലാതെ. ഇനി ചോദിച്ചാൽ അവർക്ക് എന്തെങ്കിലും തോന്നും, അവരെത്തുന്ന മെറ്റീരിയൽസ് എടുക്കാത്തതുകൊണ്ട്. അങ്ങനത്തെ ഓരോ ആരോടാണ് ചോദിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഒത്തിരി ആളുകൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളോട് പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന അറിവ് ഞാൻ അവരിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വലിയ അറിവുള്ള ആളൊന്നുമല്ല, എങ്കിലും കൂടിയിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന അറിവുകൾ, എൻ്റെ ബിസിനസ്സിന് എങ്ങനെയാണോ ഗ്രോത്ത് ഉണ്ടായത് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ അവരോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അവരുടെ ഇഷ്ടങ്ങളാണ് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഈ വർക്ക് ഇവിടെ ഫിനിഷിങ് ആയിട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഏകദേശം ലെങ്ത്ത് ഉണ്ട്. 99% വർക്ക് ഫിനിഷിങ് ആയിട്ടുണ്ട്. ബാക്കി നമ്മളത് കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ബോൾ ബീഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
കണ്ടില്ലേ നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ ഈ ഒരു വർക്ക് ഉദ്ദേശിച്ചല്ല ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. സ്റ്റാർട്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു വർക്കാണ് വന്നത്. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഞാൻ ഉദ്ദേശിച്ച വർക്കിനേക്കാട്ടി എനിക്ക് ഇഷ്ടമായി തോന്നി കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ പിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബീഡ്സ് ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് പിരിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമുക്കിവിടെ ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വർക്കുകളൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടതുണ്ടെങ്കിൽ അതും കൂടി അറിയിക്കുക. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വീഡിയോസിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ ഫോണ് മാത്രം മാറ്റാൻ പറയരുത്. കാരണം കുറച്ച് കാലം കൂടി ഇത് എൻ്റെ കൂടെ ഉണ്ടാവും. ഈ ഫോണ് ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക. ബാക്കി വീഡിയോസിൽ സംബന്ധമായിട്ടുള്ള വേറെ എന്തെങ്കിലും മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ആ കുളത്തുണ്ടല്ലോ കമ്മലയുടെ, ആ കുളത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കൊക്ക് പോലെ കാണാൻ പറ്റും. കൊക്ക് എന്ന് പറഞ്ഞാൽ ഊക്ക് പോലെ കാണാൻ പറ്റും. ആ ഊക്കൊന്ന് വിടർത്തി കൊടുത്തിട്ട് അതിലോട്ട് ജംറിങ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഊക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ജംറിങ്ങിലോട്ട്, ജംറിങ് എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള കണ്ണി പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ ചുരുട്ടി കൊടുത്തിട്ട് ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഉണ്ടല്ലോ അതിൻ്റെ കമ്പി ജംറിങ്ങിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് എടുത്തിട്ട് താഴോട്ടായിട്ട് നമ്മൾ നല്ലോണം ടൈറ്റാക്കി തന്നെ ചുറ്റി കൊടുക്കുക കേട്ടോ. നല്ല വൃത്തിക്ക് ചെയ്യുക. ചുറ്റി കൊടുക്കുമ്പോൾ ഓവറായിട്ട് ചുറ്റരുത്. നല്ല ഫിനിഷിങ്ങോട് കൂടി ചെയ്യുക കേട്ടോ. ഞാൻ ചുറ്റിയത് കുറച്ച് ലൂസായിപ്പോയി. അപ്പോൾ ഒന്നും കൂടി എടുത്തിട്ട് ഒന്നും കൂടി ടൈറ്റാക്കി തന്നെ നമുക്ക് ചുറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പിരിച്ചത് കഴിച്ചെടുത്തത് കേട്ടോ. ഒരു കൈ വെച്ചിട്ട് നമ്മൾ ആ ഊക്ക് കുളത്തിന് ഇതുണ്ടല്ലോ അത് പിടിക്കുക. എന്നതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് ടൈറ്റാക്കി ചുറ്റി കൊടുക്കുക. ബാക്കി എക്സ്ട്രാ വന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. പിന്നെ ഞാൻ എപ്പോൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സൈഡിൽ നിന്ന് ഓരോ കൈ ഒക്കെ വരുന്നുണ്ട്. അത് ഒന്നുമല്ല, കുറച്ച് ബീഡ്സിന് അറ്റാച്ച് ആയിട്ടുള്ള ആളുകളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ എന്ത് സാധനമായാലും ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എന്ത് സാധനമായാലും അത് എടുത്ത് പോകാൻ ആളുണ്ട് കേട്ടോ. ചില സാധനങ്ങളൊന്നും ഞാൻ എടുത്ത് വെച്ചത് കാണൂല. അപ്പോൾ അതെല്ലാം എടുത്ത് കൊണ്ടുപോകാൻ ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതുവരെ വീഡിയോ ഉണ്ടാവുള്ളൂ. കാരണം ബാക്കി ബീഡ്സ് വർക്കിനിടയിൽ ഒരുപാട് ബീഡ്സുകളൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതും കൂടി നമ്മൾ ചെയ്യാണ് കേട്ടോ. ഒന്ന് നമ്മളവിടെ ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്, അടുത്തതും കൂടി ചെയ്യാണ്. കമ്മലാവുമ്പോൾ രണ്ടെണ്ണം വേണമല്ലോ, അപ്പോൾ അതിൻ്റെ ഇണയും കൂടി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എത്രത്തോളം സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന്. ഒട്ടുമിക്ക ആളുകളെ കയ്യിലും ഈ ഒരു മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഈ ഒരു ബിസിനസ് പരമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ എന്നോട് ചോദിക്കാവുന്നതാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണതാണ് കേട്ടോ. അത് A to Z വരെയുള്ള കാര്യം എന്നെക്കൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റും അത്രത്തോളം രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണതാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ്. നിങ്ങൾ കണ്ടില്ലേ, വലിയ മെനക്കെടുകൾ ഉള്ള പണികളോ ഒന്നും അല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമ്മളുടെ ഒഴിവിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കുകളാണ്. ഇത്രയും ഐറ്റംസ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോസ് കണ്ടതിന് ശേഷം ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോസുമായി കാണുന്നത് വരെ ബൈ.